എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ അമ്മയുടെ 2024 ക്രിസ്മസ് വിഷിന് ശേഷം നമ്മൾ 2025 ക്രിസ്മസ് വിഷ് ഇപ്പോൾ എല്ലാവർക്കും തരുന്നതാണ്. പറമ്മ ഹായ്, മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്. കഴിഞ്ഞ തവണത്തെ ഓണം നമ്മൾ കൂടിയത് അമ്മൂസിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് കൂടാൻ പോകുന്നത് നമ്മുടെ ചിന്നമ്മച്ചൻ്റെ കൂടെയാണ്. വളരെ റാൻഡമായിട്ട് നമ്മൾ ഈ ചർച്ച വന്ന് കയറിയതാണ്. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെറുപ്പൊക്കെ കൂടിയിട്ട് നമ്മൾ ഈ സാധനം ജസ്റ്റ് ഒന്ന് കാണാൻ വന്നു. ഇറ്റ്സ് അമേസിങ്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏലപ്പാറ ചർച്ചിലാണ്. ചർച്ചിൻ്റെ പേരറിയത്തില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ചർച്ചിലാണ്. ആ ചർച്ചിൽ വെച്ചിരിക്കുന്ന ഒരു പുൽക്കൂടാണ് നമ്മൾ കാണുന്നത്. ഏലപ്പാറ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലുള്ളൊരു ചർച്ചാണിത്. ക്രിസ്മസിൻ്റെ തലേദിവസം ആയതുകൊണ്ട് എന്തെങ്കിലും അവിടെ കാണുമെന്ന് ഓർത്ത് തന്നെയാണ് ഞങ്ങളെല്ലാം ഇവിടെ ചുമ്മാ ഒന്ന് കാണാൻ വന്നത്. എന്തായാലും വന്നത് വെറുതെ ആയില്ല. ഈ ഒരു ട്രീയിൽ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കാണാൻ പറ്റി. ഏതെങ്കിലും പറ്റുകൊണ്ട് ഓടായിരുന്നു നമുക്ക്. ഇത് ക്രിസ്മസ് ഡേ രാത്രി. ഞാനും അമ്മൂസത്തും നിൽക്കുന്നത് ഏലപ്പാറയിലാണ്. നമ്മൾ നാളത്തേനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി നമ്മൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി ആൻഡ് ചിക്കൻ കറി. സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷമാട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ മാത്രമല്ല, ഉള്ള ലൈറ്റ്സൊക്കെ ഞങ്ങൾ കണ്ട മരത്തിലൊക്കെ തൂക്കിയും കൂടി ഇട്ടായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസിന്റെ തലേന്ന് നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. നമ്മുടെ ഒപ്പം ചേരുന്ന തമ്മച്ചേട്ടായി അമ്മച്ചി. അമ്മയ്ക്ക് നല്ല തണുപ്പുള്ള ലക്ഷണമുണ്ട്. അമ്മയാണ് ഈ ക്യാമ്പ് ഫയറിന്റെ കോർഡിനേറ്റർ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ചേട്ടാ കഷ്ടപ്പെട്ട് നമുക്ക് ലൈറ്റ് ഒക്കെ തൂക്കി തന്നിട്ടുണ്ട്. ചാച്ചോ ചാച്ചോ തീ വെച്ചിട്ടുണ്ട്. ബാ തീ കായാം ബാ. നമ്മുടെ വക പരിപാടികൾ ഇപ്പൊ തന്നെ തുടങ്ങുന്നതാണ്. നമ്മൾ മരം കാണിക്കുകയാണ്. അമ്മ സ്പെഷ്യലായിട്ട് പറഞ്ഞു നമ്മൾ കാണിക്കാൻ. നമ്മൾ ലൈറ്റ് ഇട്ടതാണ് ഇത് ഗൈസ്. ചേട്ടായി ലൈറ്റ് ഇട്ടതാ. അമ്മച്ചി പാട്ട് പാട്. അമ്മ അടിക്കട്ടെ. മണ്ണിൽ കണ്ട് അവർ വേദലം തെന്നിൽ വന്നു. രാജാതിരാജന്റെ പൊന്തിരുമേനി ഗബ്രിയേലിന്റെ ദർശന സാബല്യമാം സർവലോകർക്കും നമ്മളേക്കും കാരുണ്യമാ. ബദ്ലഹേമിന്റെ മാരിലൊരാരോമ ഉണ്ണി പിറന്നല്ലോ.
ഫുട്ബോളൊക്കെ കഴിഞ്ഞിട്ട് അമ്മൂസ് ടയേർഡായി. കണ്ടായിരുന്നില്ല അമ്മൂസിന്റെ ഡാൻസ്? അടുത്തോ? എന്റെ ഫാൻസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ശ്രീധർ ഹരിഹരനാണ്. വെറുതെ ആവശ്യമില്ലാത്ത പ്രൊമോഷനാണിത്. ക്രിസ്മസ് അപ്പൂപ്പനാകാനൊക്കെ നമ്മൾ ഇൻവിറ്റേഷൻ ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും എനിക്ക് DM ചെയ്യുക, എല്ലാരും എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.